മലബാറിൽ ഫുട്ബോൾ ആവേശം തിരിച്ചുകൊണ്ടുവന്ന ഗോകുലം കേരള എഫ്സിക്ക് ഹോം ഗ്രൗണ്ട് നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ കരാർ പുതുക്കി നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. സ്റ്റേഡിയം മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിയ ക്ലബിന് കരാർ അനുവദിക്കണമെന്ന് ഗോകുലം ടീം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഉറങ്ങിക്കിടന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാൽപന്തിന്റെ ആവേശമുണർത്തിയത് ഗോകുലം കേരള എഫ് 2017 കോഴിക്കോട് കോർപ്പറേഷനുമായി ഗോകുലം കേരള എഫ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ സ്റ്റേഡിയത്തിന്റെ മുഖച്ഛായ മാറി. മികച്ച ടെറഫ് ഒരുങ്ങി. ഐ ലീഗ് ഉൾപ്പെടെ വമ്പൻ മത്സരങ്ങൾക്ക് സ്റ്റേഡിയം വേദിയായി. കുട്ടികളെ കാൽപന്ത് കളി പരിശീലിപ്പിക്കാൻ സജ്ജീകരണം. എന്നാൽ കരാർ പുതുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്ക് വഴിവെക്കുന്നുവെന്ന് കാൽപന്ത് കളി ആരാധകർ. ഞങ്ങളെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഗോകുലം എഫ് കാലാകാലം ഇവിടെ തന്നെ തുടരണമെന്നാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. കാരണം ഉറങ്ങിക്കിടന്ന ഈ ഒരു കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും ഫുട്ബോൾ ആവേശം കൊണ്ടുവന്നത് ഗോകുലം കേരള എഫ് ആണ്. കോഴിക്കോട് തന്നെ ഗോകുലം കേരള എഫ് ഹോം സ്റ്റേഡിയം ആക്കാൻ കോർപ്പറേഷൻ സഹായിക്കണം. അതിനു വേണ്ടിയുള്ള സഹായമാണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത്. മികച്ച രീതിയിൽ ഗ്രൗണ്ട് പരിപാലിച്ചതിനാൽ കരാർ പുതുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് ഗോകുലം കേരള എഫ് ടീം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പിന്നിൽ എന്താണ് അജണ്ട എന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയുന്നില്ല. പക്ഷേ 8 വർഷം മുമ്പേ നമ്മളെ ഏൽപ്പിച്ച കോഴിക്കോട് EMS സ്റ്റേഡിയം അത്രയും നന്നായിട്ട് പരിപാലിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോടിനെ ഫുട്ബോൾ ഏറ്റവും മുമ്പിൽ നിന്ന ഫുട്ബോളിനെ ഗോകുലം എഫ് ഫുട്ബോൾ ആരാധകരെയും ഇത്രയും സ്ഥാനത്തോടു കൂടിയും കോഴിക്കോട് ഫുട്ബോൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ഗോകുലം എഫ് പ്രവർത്തനങ്ങൾ കൊണ്ടും EMS സ്റ്റേഡിയത്തിൽ നമ്മളെ ഹോം ഗ്രൗണ്ടായി അനുവദിച്ചതുകൊണ്ടും തന്നെയാണ്. ഇവിടെ സൗകര്യങ്ങളെല്ലാം ഗോകുലം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആർക്കായാലും ഇവിടെ ഒരു മാച്ച് നടത്താൻ വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ പണികൾ വളരെ കുറച്ചെടുത്താൽ മതി. അത് ഗോകുലം കേരള എഫ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരിപാലിച്ചുകൊണ്ട് നൽകുന്ന ഫെസിലിറ്റീസ് ഒന്ന് മാത്രം കൊണ്ടാണ്. ഫുട്ബോൾ ആവേശം മലബാറിൽ നിലനിർത്താൻ കോർപ്പറേഷൻ അടിയന്തര നടപടി സ്വീകരിച്ചേ മതിയാകൂ. 24 കോഴിക്കോട്.